കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും ചെയ്തു. വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടിക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തളർച്ച വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തരിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്നു. മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതകാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കിക്കളയുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രമിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യും. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താവട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്ക് ഏറെ പരിചയമുള്ള ഒരു ഭാഗമാണ് വിതക്കാരൻ്റെ ഉപമ. നമ്മുടെ ഈ ദിവസങ്ങളിലെ വചനഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പോവേ പോവേ തമ്പുരാൻ അവരോരോരുത്തരെയും ഈ ഒരു സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമേ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഇവരെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമേ ഈശോ ഒറ്റപ്പെടുന്നുണ്ട്. പിന്നീട് പല അപവാദ പ്രചരണങ്ങളും പറഞ്ഞ് ഇവന് വട്ടാണ്, അല്ലെങ്കിൽ ഇവനൊരു പിശാച് ബാധിതനാണ്, ഇവർ പറയുന്ന പല കാര്യങ്ങളും ദൈവികമല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയും സഹോദരങ്ങളെയും കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് അവനെ ശ്രമിക്കുന്ന ഓരോ മനുഷ്യരോടും അവൻ ആവർത്തിക്കുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിമാരും. വളരെ ഭംഗിയായിട്ട് ആ ഓരോ കാര്യങ്ങളും തന്നെ ശ്രവിച്ചിരുന്ന ഓരോരുത്തരോടും പറയുന്നുണ്ട്. കാരണം യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ ആരംഭിക്കുന്ന ആ ഒരു സമയം മുതൽ ഓരോ മനുഷ്യരും ഒരു രക്ഷകനെ തിരിച്ചറിയുന്നതിനപ്പുറത്തോട്ട് ഒരു അത്ഭുത പ്രവർത്തകനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ജനക്കൂട്ടത്തോടാണ് തമ്പുരാൻ പതിയെ പതിയെ ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇത് പക്ഷേ ഇന്നത്തെ ഈ ഒരു വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവൻ അവർക്ക് അഭിമുഖമായിട്ട് ആ ഒരു കടലിനെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ചെറിയ ഒരു ബോട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ വഞ്ചി വലിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. തിരുസഭയാകുന്ന ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തോടൊന്നടങ്കം വിശ്വാസ സമൂഹമായ ഓരോരുത്തരോടാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. ഓർക്കുക, അതിനെ ഏറ്റവും ഭംഗിയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രമിക്കുക. ഒരു പക്ഷേ പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴും ഇസ്രായേലെ നീ ശ്രമിക്കുക എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ
ഓരോ ഭാഗത്തിലും ശ്രവിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അവരോരോരുത്തരും ജീവിതത്തിൽ പ്രാധാന്യത്തോടെ അവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ഭാഗം പറയുമ്പോഴും അത്രത്തോളം അവരോരോരുത്തരും ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യമായിട്ട് അവരോട് ഉദ്ബോധിപ്പിക്കുമ്പോൾ, ശ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർക്ക് ഓരോരുത്തർക്കും ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപമകൾ വഴി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് ഒരു വചനത്തെപ്പറ്റി മാത്രമല്ല ഈ ഒരു കാര്യം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരോട് പറയുക. അതിനപ്പുറത്തോട്ട് നമ്മളാകുന്ന നമ്മുടെ ഹൃദയങ്ങളെ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ഒരുക്കുന്നു എന്നുള്ള കാര്യം. കാരണം ഒരു വിത്ത് വീഴിടമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ മാറുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിത്തിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മളിപ്പോൾ തിരിച്ചറിയണം. കാരണം വചനം അത്രത്തോളം ശക്തിയുള്ളതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത് പക്ഷേ ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ഏറ്റവും തിരിച്ചറിയേണ്ടത് ഓരോരുത്തരും ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു അപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കളോടുള്ള ഉത്തരവാദിത്തം, മക്കൾക്ക് അപ്പനും അമ്മയോടുമുള്ള ഉത്തരവാദിത്തം, അപ്പോൾ ഒരു പക്ഷേ ഒരു ഭാര്യയും ഭർത്താവിനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉത്തരവാദിത്തം, അങ്ങനെ അത് പല രീതിയിൽ പലപ്പോഴുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹൃദയങ്ങൾ ഒരുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളും അത്രത്തോളം ഭംഗിയായിട്ട് ഒരു വീടിടമായിട്ട് മാറാൻ വേണ്ടി എത്രത്തോളം ഒരുക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുക. കാരണം വചനത്തെ ആസ്പദമാക്കി എത്രത്തോളം നമ്മൾ ജീവിക്കുന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ് പലപ്പോഴും. ഒരു അപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കൾ ഒരു വേദനയിൽ കടന്നു പോകുമ്പോൾ ഒരു തിരുവചന ഭാഗം കൊടുത്ത് അവരെത്രത്തോളം അവർ ജീവിതത്തിൽ അതിനെ ആസ്പദമാക്കി അടിസ്ഥാനപ്പെടുത്തി അവർ ശക്തിയിൽ മുന്നോട്ട് പോകാൻ നയിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുക. കാരണം എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞൊരു വചനമുണ്ട്. പലപ്പോഴും ഇരുട്ടിനെ പേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു നിലാവെളിച്ചമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, മോനെ നീ ലൂക്ക 10:19 നീ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോക്കോ, ഈശോ കൂടെ ഉണ്ടാകും എന്നുള്ള ഉദ്ബോധനം പലപ്പോഴും പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ആത്മവിശ്വാസമാണ്. അവർ പലപ്പോഴും അവർ ജീവിതത്തിൽ ആ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുമ്പോഴും ആ ഒരു വചനത്തിൻ്റെ ശക്തിയിൽ ആഴപ്പെടുമ്പോഴും ഒരു ബോധ്യം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴുമായിട്ട് നമ്മൾ ഈ വചനം ശ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, പക്ഷേ ആ ഒരു വിതയ്ക്കൽ ഒരിക്കൽ പോലും നിൽക്കുന്നില്ല. ആ പോകുന്ന ഇടമെല്ലാം ഈ വിതക്കാരൻ ഈ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം ശ്രവിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴായിക്കോട്ടെ, കുടുംബ പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോഴായിക്കോട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഓരോ നിമിഷത്തിലും നമ്മൾ തിരുവചന ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഒരു വീടിടമായ എൻ്റെ ഹൃദയത്തിൽ ഇത് 100 മേനിയും 60 മേനിയും 40 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ മേനികളുടെ ഈ ഒരു പൂർണ്ണത അതെപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ആ ഒരു മണ്ണിൻ്റെ ഫലഭൂഷ്ടി അവർ പലപ്പോഴും അളന്നുകൊണ്ടിരുന്നത്. 40 മേനി എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം വലുതൊന്നുമല്ല. പക്ഷേ 60 മേനിയാവുമ്പോഴും 100 മേനിയാവുമ്പോഴും പലപ്പോഴും ഈ വീടിടമായ മണ്ണിനെ അവർ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അത്രത്തോളം ഫലഭൂഷ്ടിയുള്ളൊരു മണ്ണാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ഹൃദയമാകുന്ന ഈ ഒരു വചനത്തിൻ്റെ വീടിടം, അല്ലെങ്കിൽ ആ ഒരു വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം ഫലഭൂഷ്ടിയാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കാരണം അതിന് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം. ഒരുപക്ഷെ ഒരു മാതാവും പിതാവുമായിട്ട് തൻ്റെ മക്കളെ എത്രത്തോളം ഒരു വീടിടമായ അവരെ ഹൃദയം ഒരുക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഓരോ ദിവസവും കേൾക്കുന്ന വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം അവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വചനം ഏറ്റെടുക്കാൻ അവർക്ക് പറ്റുന്നു എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഒരു പക്ഷേ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്ന ഒരു നിമിഷത്തിൽ തമ്പുരാൻ പറയുന്ന ആ ഒരു മാത്രയിൽ പ്രകാശം കടന്നു വരുന്നുണ്ട്. അത്രത്തോളം ശക്തിയോടുകൂടി ഓരോ നിമിഷവും പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വചനം അത് ശക്തിയേറിയതാണ്. പക്ഷേ എത്രത്തോളം അതിനെ ശക്തിയിൽ ആശ്രയിച്ച് ആ ഒരു തിരുവചനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കൽ പോലും വചനം
ചുമ്മാ കേൾക്കുന്നവരായിട്ട് മാറരുത്. പക്ഷെ അതിനപ്പുറത്തോട്ട് അത് കേൾക്കുന്നവരും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമായിട്ട് മാറണം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.